പ്രിയമുള്ളവരെ, എന്റെ ഫസ്റ്റ് മെസ്സേജ് ഇതാണ്: മാതൃകയാവുക. നിങ്ങളുടെ മകനോട് ചോദിക്കുകയാണ് ഞാൻ, ജീവിതത്തിൽ നിനക്ക് ആരെ പോലെ ആവണം എന്ന് ചോദിച്ചാൽ അവൻ നിങ്ങളുടെ പേര് പറയുമെങ്കിൽ, എന്റെ അമ്മയെ പോലെ ആവണം, എന്റെ അച്ഛനെ പോലെ ആവണം പറയുമെങ്കിൽ, യു ആർ ദ വെരി ഗുഡ് ഫാദർ, വെരി ഗുഡ് മദർ എന്നേ ഞാൻ പറയും. എനിക്ക് എന്റെ അച്ഛനെ പോലെ ആവണം എന്ന് പറയാൻ അവരെ നിങ്ങൾ സ്വാധീനിച്ചു എന്നർത്ഥം. എന്റെ ദൈവമേ, എന്റെ അച്ഛനെ പോലെ ഒരിക്കലും ആവരുത് എന്ന് അവൻ പറയുകയാണെങ്കിൽ നാണം കെട്ട അച്ഛനാണ് നിങ്ങൾ, നാണം കെട്ട അമ്മയാണ് നിങ്ങൾ. ഞാൻ കർശനമായി പറയുമ്പോൾ വേദന തോന്നരുത് കേട്ടോ. അപ്പൊ ജീവിതത്തിൽ ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനെ കാണുന്നത് എന്നത്. അപ്പൊ ബി എ മോഡൽ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ കാര്യം, ചെറുപ്പം തൊട്ടേ മക്കളെ തീരുമാനമെടുക്കാൻ പഠിപ്പിക്കുക. ഒരുപാട് കുടുംബങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മാതാപിതാക്കളാണ്. മക്കളെ ചെറിയ പ്രായത്തിലെ തീരുമാനമെടുക്കാൻ പഠിപ്പിക്കുക. കാരണം ഒരു മനുഷ്യൻ മികച്ചവനാകുന്നതിന് ആദ്യം വേണ്ട ക്വാളിറ്റിയാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ്. നമ്മുടെ മക്കൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ തെറ്റിപ്പോകുന്നത്. ഫേസ്ബുക്കിൽ 6 മാസം ഒരുത്തന്റെ കൂടെ ചാറ്റ് ചെയ്തിട്ട് ആ പെൺകുട്ടി ഇറങ്ങിപ്പോവാൻ കാരണം ജീവിതത്തിലെ ശരിയായ തീരുമാനമെടുക്കാൻ അവൻ അറിഞ്ഞുകൂടാ. ഏതോ പരിചയമുള്ള ഒരു പെൺകൊച്ചിന്റെ കൂടെ ജീവിതത്തിൽ ഒളിച്ചോടിപ്പോവാൻ കാരണം ആ പെൺകുട്ടിക്ക് തീരുമാനമെടുക്കാൻ അറിഞ്ഞുകൂടാ. ഏത് കോഴ്സ് പഠിക്കണം എന്നറിയാതെ എന്റെ കൂട്ടുകാരൻ കോഴ്സിന് പോയപ്പോ ഞാനും കൂടെ പോകട്ടെ എന്ന് ഇവൻ പറയാൻ കാരണം ഇവന് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും. കള്ളു കുടിക്കുന്നത്, കഞ്ചാവ് വലിക്കുന്നത് കാരണം എന്താ? കൂട്ടുകാരൻ വന്ന് പറയാൻ ഇടന്ന് വലിച്ചു നോക്കടാ, അത് തെറ്റായതാണ്, അങ്ങനെ എനിക്ക് കഴിയില്ല എന്ന് തീരുമാനമെടുക്കാൻ ഇവൻ അറിഞ്ഞുകൂടാ. ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോൾ വഴങ്ങിക്കൊടുക്കാണ്. എന്തുകൊണ്ടാ? എനിക്കത് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ അവനുള്ള ശേഷിയില്ല. അതുകൊണ്ട് മക്കളെ തീരുമാനമെടുക്കാൻ പഠിപ്പിക്കുക. അത് ചൈൽഡ്ഹുഡിലേ വളർത്തുക. എന്ത് കാര്യത്തിലും തീരുമാനത്തിൽ അവരെ നിങ്ങൾ ഉൾപ്പെടുത്തുക. അവർ ശക്തരാകും. ഞാനൊരു എന്റെ ലൈഫ് ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ മക്കൾ പഠിച്ചത് എറണാകുളത്തെ വലിയ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. CBSE സിലബസ് ഉള്ള വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. 3 മാസം കൂടുമ്പോൾ 1.5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം. വലിയ ആ സ്കൂളാണ്. മക്കളവിടെ പഠിച്ചു. 5ാം ക്ലാസ്സായി മൂത്തവൻ, രണ്ടാമത്തവൻ 2ാം ക്ലാസ്. ഞങ്ങൾ ഒരു വലിയ ചലഞ്ച് നേരിട്ടു. അവിടുത്തെ പഠിപ്പിക്കൽ കോഴ്സായതുകൊണ്ടല്ല, അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ഒരു കൾച്ചറും. ആ കൾച്ചർ എങ്ങനെയാ ഉണ്ടാവുക? ആ കുടുംബത്തിലെ ചില വാല്യൂ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ടാണ്. അപ്പൊ ആ വാല്യൂ സിസ്റ്റം ചിലത് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് ഉദാഹരണം, വൈഫ് നോൺ വെജ് ഉണ്ടാക്കും, ചിക്കൻ നന്നായി ഉണ്ടാക്കും. അപ്പൊ എപ്പോഴും കൂടുതൽ ചിക്കൻ കൊടുത്തു വിടും. എപ്പോഴും പാക്ക് ചെയ്യുമ്പോ പാത്രത്തിൽ കൂടുതൽ ചിക്കൻ കൊടുത്തു വിടും. കൊടുത്തിട്ട് നമ്മൾ അന്ന് ഇന്ന് പറഞ്ഞ എങ്ങനെയാണ് കൊടുക്കണം. അപ്പൊ ആ സ്കൂളിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ കുട്ടികൾ ടിഫൻ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ ടീച്ചർ അവിടെ ഇരിപ്പുണ്ടോ, ആ ടീച്ചർ കുട്ടികളോട് പറയും, ഡിയർ ചിൽഡ്രൻ, ഡോണ്ട് ഷെയർ യുവർ ഫുഡ് ടു എനിബഡി. ഫുഡ് ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. കുട്ടി വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കൊടുക്കാൻ പറയുന്നു, ടീച്ചർ കൊടുക്കരുത് പറയുന്നു, ഏതാണ് ശരി? നമ്മൾ ശരി, ഫുഡ് ഷെയർ ചെയ്യണം. അപ്പൊ നമ്മൾ സ്കൂളിൽ ചെന്ന് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഫുഡ് ഷെയർ ചെയ്യാൻ സമ്മതിക്കാത്തത്? അപ്പൊ മറ്റുള്ള പേരൻസിന് അത് ഇഷ്ടമല്ല. അങ്ങനെ വേറെ കുട്ടികളുടെ ഫുഡ് കഴിച്ച് എന്തെങ്കിലും കുഴപ്പം വന്നാൽ എന്ത് സംഭവിക്കുന്ന അവർ ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അത് അനുവദിക്കില്ല. നമ്മൾ തിരികെ പറഞ്ഞിട്ടാണ് ഫുഡ് ഷെയർ ചെയ്യണം. കുട്ടി തിരികെ വന്ന് ചോദിക്കുകയാണ്, നമ്മളെ സ്കൂൾ മാറ്റാൻ തീരുമാനം. അങ്ങനത്തെ ഒരു സ്കൂളിൽ നമ്മുടെ കുട്ടി പഠിക്കേണ്ടത്. ഫുഡ് ഷെയർ ചെയ്യാൻ പോലും പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ കുട്ടി പഠിക്കരുത്. ആ കുട്ടിക്ക് എന്ത് വിദ്യാഭ്യാസം കിട്ടും? എന്ത് കാര്യം? നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു പൊതുവിദ്യാലയത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. നല്ല രസമാണ്. അപ്പൊ അവിടെ കൂടി ചേർത്തപ്പോ അധ്യാപകൻ പറഞ്ഞു, സാറേ സന്തോഷമേ ഉള്ളൂ സാറിന് മക്കളെ കൂടെ പഠിക്കുന്നതിൽ. ചിലപ്പോ പിള്ളേർക്ക് 1-2 തെറിയൊക്കെ പഠിച്ചെന്നിരിക്കും എന്നോട് പറഞ്ഞു. അത് കുഴപ്പമില്ല സാർ, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നും. പിള്ളേരവിടെ ചേർത്ത് പിള്ളേർ ഇപ്പൊ അവിടുന്ന് കൈയിട്ട് വരയ്ക്കുന്നു, ഇവിടുത്തെ കൈ. അപ്പൊ ഈ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ഇവരോട്, നിങ്ങൾ ആലോചിക്കണം, മകന് 10 വയസ്സ്, മകൾക്ക് 7 വയസ്സ്. ആ തീരുമാനം നമുക്കെടുക്കാം, വേറെ സ്കൂൾ മാറ്റാൻ. നമ്മൾ എന്താ അറിയാമോ, അവർ രണ്ടുപേരെയും
അവരുടെ അമ്മയെ വിട്ട് പുതിയ സ്കൂൾ കാണാൻ. പുതിയ സ്കൂൾ നമ്മൾ മാറ്റുന്നതിന് കാരണങ്ങൾ മുന്നേ അവരോട് വിശദീകരിച്ച് പറഞ്ഞു. എന്നിട്ട് പുതിയ സ്കൂൾ പോയി കാണൂ, ആ സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവിടെ ചേർക്കാം. അങ്ങനെ പോയി സ്കൂൾ കാണാണ്. ഇവരുടെ സ്കൂളിൽ നല്ല മരമൊക്കെ ഉണ്ട്, നല്ല രസകരമായ ഒരു സ്കൂൾ, അവർക്ക് ഇഷ്ടപ്പെട്ടു. കോവിഡ് സമയമാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ലാസ്റ്റ് ബാത്റൂം കാണാൻ കണ്ടിട്ട് അപ്പൊ തന്നെ എന്നെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വേണ്ട അച്ഛാ. എന്താ മോനെ? ബാത്റൂം കറുത്തിരിക്കേണ്ട അച്ഛാ. അപ്പൊ സ്കൂളുകാർ പറഞ്ഞത് കോവിഡ് സമയം കൊണ്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് കറുത്ത് പോയി എന്നാണ്. ഞാൻ പക്ഷേ മോനോട് പറഞ്ഞു, മോനെ ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്നാൽ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോ ഞാനോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലുള്ളതും നീ പഠിച്ച സ്കൂളിലുള്ളതും വെളുത്ത ബാത്റൂം അല്ലേ? അതെ, ആ ടോയ്ലറ്റ് വെളുത്താണ് അവർ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ യഥാർത്ഥ ടോയ്ലറ്റ്, യഥാർത്ഥ ക്ലോസറ്റ് വെളുത്തതല്ല, കറുത്തതാണ്. നീ കണ്ടതെല്ലാം മായികമാണ്. അവന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ദിവസം എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോവാൻ KSRTC ബസ്സിൽ കയറി തൃശ്ശൂർ എത്തുമ്പോ എനിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ ആ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നീ മൂത്രമൊഴിക്കാൻ പോകും. അവിടെ ക്ലോസറ്റ് ഏത് കളറിലേക്ക്? അതാണ് യഥാർത്ഥ ക്ലോസറ്റ്. കറുത്ത ക്ലോസറ്റിൽ മൂത്രമൊഴിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിനക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കറുത്ത കണ്ടല്ലേ പഠിക്കണ്ടേ? പിള്ളേര് കൺവിൻസ്ഡ് ആയി ആ സ്കൂളിലാണ് പഠിക്കുക, വാല്യൂ സിസ്റ്റം പഠിപ്പിക്കാത്ത ഒരു സ്ഥലത്തും മക്കളെ ചേർക്കരുത്. മക്കൾ വഴി തെറ്റിപ്പോകും. അമ്മയാണോ പ്രധാനം, എക്സാമാണോ പ്രധാനം ചോദിച്ചാൽ അവൻ പറയണം എന്റെ അമ്മയാണ് പ്രധാനം. എക്സാം ഒക്കെ പിന്നെ അമ്മയല്ലേ പ്രധാനം. അമ്മ കഴിഞ്ഞിട്ട് എക്സാം. അമ്മ പ്രധാനമാണ്. അമ്മ സുഖമില്ലാതിരിക്കുമ്പോ അമ്മയെ ശുശ്രൂഷിക്കലാണ് എന്റെ പ്രധാന കർമ്മം എന്ന് അവന് തോന്നണം. അമ്മ സുഖമില്ലാത്ത സമയത്ത് കൊണ്ടേ പാത്രം കൊണ്ടേ വയ്ക്ക്, എനിക്ക് വിളമ്പിത്ത എന്ന് പറയുന്ന കുട്ടിക്കല്ല വേണ്ടത്. അപ്പൂപ്പൻ വീട്ടിലുള്ളപ്പോ അപ്പൂപ്പൻ ചിലപ്പോ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. കാരണം അപ്പൂപ്പന്റെ ജനറേഷനിലെ ഈ പിള്ളേരുടെ ജനറേഷൻ. പക്ഷെ അപ്പൂപ്പൻ പറയുന്നതിനെ വിലവെക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വാല്യൂ സിസ്റ്റം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ വഴിതെറ്റിപ്പോകും എന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ തിരിഞ്ഞു പോകുന്നില്ലേ? എന്താ കാരണം അറിയോ? ഒരാളെ കൊല്ലാനും തല്ലാനും ഒരു മടിയുമില്ലാതെ പോവാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഫിസിക്സ് പഠിപ്പിച്ചു നിങ്ങൾ, കെമിസ്ട്രി പഠിപ്പിച്ചു നിങ്ങൾ, ബയോളജി പഠിപ്പിച്ചു നിങ്ങൾ. പക്ഷേ സ്വന്തം വീട്ടിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാത്തതിന്റെ ദോഷമാണ്. നല്ല സ്നേഹിച്ച് പഠിപ്പിച്ച ഒരു അച്ഛനമ്മയുടെ മകൻ കൊലപാതകം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകമാകാത്ഭുതം. നമ്മൾ ജീവിതത്തിൽ അഭിമാനിക്കുന്ന എന്റെ മകന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ ആക്സിഡന്റ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ പറയാണ്, ആക്സിഡന്റ് ആയി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഒരു ദിവസം ഇന്ന അമ്മ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്, നമ്മൾ കുറച്ച് സഹായിക്കും. പക്ഷേ നമ്മൾ സഹായിച്ചു എന്ന് ആരും അറിയാൻ പാടില്ല. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. എന്റെ ദൈവമേ, അവന് ഫുൾ A+ കിട്ടുന്നതിനേക്കാൾ സന്തോഷം നമുക്ക് ആ വാക്ക് കേട്ടപ്പോഴാണ്. കൂടെ പഠിക്കുന്ന പയ്യൻ കൂടെ ടൂർ വരാനില്ല, അവന് ടൂറിന് പൈസ കൊടുക്കണം. പക്ഷെ പൈസ കൊടുത്ത നമ്മളാണെന്ന് അറിയുന്നത്. അതല്ലേ ജീവിതം, അതല്ലേ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് വേണ്ട സാധനം. അല്ലാതെ അവന് എല്ലാത്തിനും A+ ഉണ്ടോന്നാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാർ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് നീട്ടും. ഞാൻ പറയും, ടീച്ചർ അടിയിൽ വെക്കി ലാസ്റ്റ് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് സ്വഭാവത്തിനെ കുറിച്ച് പറ, പെരുമാറ്റങ്ങളെ കുറിച്ച് പറ, ബന്ധങ്ങളെ കുറിച്ച് പറ. ഇവന് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഇവന്റെ പെരുമാറ്റങ്ങൾ ശരിയാണോ, എന്തെങ്കിലും മിസ്റൂട്ടായി പോകുന്നുണ്ടോ, അത് പറ ടീച്ചറെ. ആദ്യം അത് പറ. അത് ശരിയായ ബാക്കിയൊക്കെ തന്നെ വരും. ഞാൻ ഈ മഹാരാജാസ് കോളേജിൽ ഡിഗ്രി ഫെയിലായ ആളാണ്. ഈ മഹാരാജാസ് കോളേജിൽ ഞാൻ ഡിഗ്രി ഫെയിലായതാണ്. ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു എന്റെ കോളേജ് കാലഘട്ടത്തിൽ.
ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും കൂട്ടിവെക്കും. പക്ഷേ എന്റെ ജീവിതം മാറണം എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ പിന്നീട് കയറി കയറ്റണ്ടല്ല. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാത്രമല്ല മാനദണ്ഡം. പിന്നീട് ഞാൻ PG ചെയ്തു. ഇന്ന് എന്റെ മുമ്പിൽ 2300 കോടി ടേൺ ഓവർ ഉള്ളവർക്ക് രാവിലെ വൈകുന്നേരം നോട്ട്സ് എഴുതുമ്പോ എന്റെ കൂടെ ഉള്ള കുട്ടികൾ ചോദിക്കും, സാർ എന്താണ് അവരിൽ നിന്ന് പഠിക്കുന്നത്? അതിന് കാരണം ജീവിതം നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു പാഠവുമില്ല എന്നതാണ്. അത് നമ്മൾ മക്കളെ നമ്മൾ പഠിപ്പിച്ചാൽ മക്കൾ മികച്ചവരാകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് എങ്ങനെയാ? ഇപ്പൊ ഇന്ന് രാവിലെ ചർച്ച ചെയ്ത പറഞ്ഞു മക്കളെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതൊക്കെയാണ് വളർത്തേണ്ടത്. ഞാൻ പറഞ്ഞില്ല, എന്റെ മകനെ തോന്നിട്ടപ്പോ എന്നോട് ചോദിച്ചാൽ 15 വയസ്സ് പയ്യന് നിങ്ങൾ എന്ത് മര്യാദക്കാരനാണ്? ലേബർ ലോ പ്രശ്നമല്ലേ? ഏത് ലേബറിലും? ഞാൻ ശരിക്കും അഡ്വക്കേറ്റിനെ വിളിച്ച് ചോദിച്ചിട്ടാ വിട്ടത്. 14 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ അവനെ ജോലിക്ക് വിടാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഫാക്ടറിയിൽ വിടാൻ പാടില്ലെന്നേ ഉള്ളൂ. ഹോട്ടലിലൊക്കെ പണിക്ക് വിടാം. നിയമം നോക്കിയിട്ടാണ് പണിക്ക് വിട്ടത്. എന്തിനാ പണിക്ക് വിട്ടത്? ആ പണി എന്താണെന്ന് പറയുന്നത്. ഞാൻ ചായക്കട, എന്റെ അച്ഛന് ചായക്കടയായിരുന്നു. അച്ഛനെ ഒരു ദിവസം സുഖമില്ലാത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകേണ്ട, ചായക്കടയിൽ നിൽക്കാൻ പറഞ്ഞു. ചായക്കടയിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഈശ്വര മുട്ടുവേദന പറഞ്ഞിട്ടില്ല. മുട്ടുവേദന അതിന്റെ വില എന്താണെന്ന് മനസ്സിലായി ആ ചായക്കടയിൽ നിന്നപ്പോഴാണ്. അപ്പൊ എന്റെ മോന് അറിയണ്ടേ, രാത്രി വൈകുന്നേരം വരെ മധുഭാസ്കറിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോ ഈ മുട്ടിന്റെ വേദന എന്താണെന്ന് അവൻ അറിയണ്ടേ? അറിയണമെങ്കിൽ ഒരു ദിവസം അവൻ ചായക്കടയിൽ പഠിക്കും. മക്കളെ പണിക്ക് വിടില്ല, മക്കളെ ഒന്നും ചെയ്യില്ല, മക്കളെ ഒരു ബുദ്ധിമുട്ടുകളും. ഞാൻ അങ്കമാലിയിൽ ഒരു ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോ ഒരു പയ്യൻ കൈവക്കിട്ട് എന്നോട് ചോദിച്ചേ, അത്രേ അവനെ എന്നെ ഇഷ്ടപ്പെട്ടില്ല. +2 17 വയസ്സ്. അവൻ എന്നെ അങ്ങോട്ട് എന്നെ പോലെ തോന്നി അവന്. അവൻ എന്നോട് പറയണേ, സാറേ എനിക്കൊരു പ്രശ്നമുണ്ട് സാർ, മാറ്റി തരുമോ? എന്താ പ്രശ്നം? പുസ്തകം വായിക്കാതിരിക്കുമ്പോഴേ കൂടെ പഠിക്കുന്നത് ആണ് സാർ, ശ്രദ്ധ കിട്ടുന്നില്ല. ഒരു പെൺകൊച്ച് പുസ്തകം വായിക്കാതിരുന്ന സിനിമാ നടന്മാരൊക്കെയാണ് സാർ പറഞ്ഞത്. വരിപ്പാ ഞാൻ പറഞ്ഞേ എനിക്ക് വരും. ഈ പുസ്തകം വായിക്കാതിരിക്കുമ്പോ കണ്ട ആമ്പിള്ളേര് പെൺപിള്ളേരുടെ മുഖം വരും. ഇനി പെൺകൊച്ചെ നീ വായിക്കാതിരിക്കുമ്പോ ആമ്പിള്ളേരുടെ മുഖം വരും. എന്താ കാരണം അറിയാമോ? അടിസ്ഥാനപരമായ ഒരു വേദന നിന്റെ അപ്പനും അമ്മയും നിന്നെ പഠിപ്പിക്കുന്നു. രാത്രി 12, 1 മണി, 2 മണിക്ക് ഞാൻ പുസ്തകം വായിക്കുമ്പോ എന്റെ ഭാര്യ എന്നോട് ചോദിക്കും എന്താ ഉറങ്ങാത്തത്? ഞാൻ പറഞ്ഞു പുസ്തകം വായിക്കുമ്പോൾ ഉറക്കം വരില്ലേ, ചെറുപ്പത്തിൽ പഠിച്ച ശീലമാണ്. എന്റെ അച്ഛൻ അമ്മ ചായക്കട നടത്തുന്നത് കൊണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 13 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വീട്ടിൽ പഠിക്കാതെ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനുണ്ട്, പാണ്ഡ്യരാജൻ എന്നാണ് പേര്. ആ പാണ്ഡ്യരാജൻ സാറിന്റെ വീട്ടിൽ നിന്നാ പഠിക്കുക. ആ പാണ്ഡ്യരാജൻ സാറിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോ 11 മണി വരെ പഠിക്കണം. അവിടുത്തെ നിയമം അതാ, 11 മണി വരെ പഠിക്കണം. 13 വയസ്സ് 11 വയസ്സ് വരെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉറക്കം വരും, എനിക്ക് ഉറക്കം വരും. പക്ഷെ ഉറങ്ങില്ല. എന്താ കാരണം കേട്ടാൽ ഉറങ്ങുന്നത് എങ്ങാനും കണ്ട പാണ്ഡ്യരാജൻ എന്ന് പറയുന്ന മാഷിന് കേറിയിട്ട് പിടിക്കും. ഇതിങ്ങനെ പിടിച്ച ആ ഇറച്ചി കഷ്ണം എടുത്തോണ്ട് പോകും. അതുപോലെ നുള്ളുമായിരുന്നു. പിന്നെ നീ വിരലിന്റെ ഇവിടെ പിടിച്ച് നുള്ളു. നുള്ളിയാൽ ആഞ്ഞു അതെങ്ങനെ വിരലിന്റെ അകത്തോട്ട് കയറും. അതുപോലെ വേദനിപ്പിക്കും. ഒന്ന്, ആ പേടി, അടികൊള്ളാൻ പറ്റില്ല. 2, അന്നും ഇന്നും പുസ്തകം ഉറക്കം വന്നാ ഒരു ചിത്രം തെളിഞ്ഞു വരും പുസ്തകത്തിൽ. അത് നീ കണ്ട ചിത്രമല്ലടാ മോനെ, നീ കണ്ട ചിത്രമല്ലടി വെങ്കൊച്ചെ. ഒന്ന് കണ്ണടച്ചാ നിന്റെ അച്ഛനമ്മയെ കുറിച്ച് ചിന്തിക്കുന്ന പറഞ്ഞാൽ അച്ഛനമ്മയുടെ മുഖമായിരിക്കും ഓർമ്മ വരിക. പക്ഷെ ഞാൻ കണ്ണടച്ച എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖമല്ല, എന്റെ അച്ഛന്റെ വീർത്തുപോയ കാലും എന്റെ അമ്മയുടെ ശോഷിച്ച കൈയുമാണ് എനിക്ക് ഓർമ്മ വരിക. എന്റെ അച്ഛന്റെ കാല് കണ്ടവർക്കറിയാം എത്ര വീർത്തുപോയ ഒരു കാലാണ്. വെരിക്കോസ് വെയിന്റെ കൂടിയ സാധനമാണ്. എനിക്കത് പൊട്ടിച്ചോര വരെ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു 9 മാസം മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എന്റെ അച്ഛന്റെ കാലിന്റെ ഫോട്ടോ ഇട്ടു. ഇങ്ങനെ വീർത്തിരിക്കുന്ന കാൽ. 12 വയസ്സിൽ കാഞ്ഞൂർ അച്ഛന്റെ അച്ഛന് ചായക്കടയിൽ പണിയെടുത്ത് തല്ലി കൊല്ലുമായിരുന്നു. അടി സഹിക്കാൻ പറ്റാത്ത നാട് വിട്ടുപോയി. എന്റെ 24 വയസ്സിൽ തിരിച്ചു വന്നു, കല്യാണം കഴിപ്പിച്ചു. മക്കളുണ്ടായി, 3 മരിച്ചുപോയി, 2 ജീവിച്ചിരിപ്പെട്ടു. അച്ഛൻ ഇപ്പൊ 94 വയസ്സ്. 70 വയസ്സ് വരെ ചായക്കട ഉണ്ടായിരുന്നു. 12 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ 58 കൊല്ലം ചായ അടിച്ചതിന് ദൈവം കുറെ സമ്മാനം കൊടുത്തു. അതിലൊന്നാണ് വെരിക്കോസ് വെയിൻ, കൂടിയ സാധനം. ഇങ്ങനെ തിരിക്കും. രാത്രി പുസ്തകം വായിക്കാതിരിക്കുമ്പോ ഉറക്കം വന്നാൽ ആ വീർത്തുപോയ കാലിങ്ങനെ തെളിഞ്ഞു വരും. ഞെട്ടി തന്നെ ഉറക്കം പോകും. ഞാൻ പിള്ളേരോട് പറയും, എടാ ഉറക്കം വന്നാ ഇട്ടിക്കുന്ന വസ്ത്രം എടുത്ത് മണത്ത് നോക്കണേ, നിന്റെ അപ്പന്റെ വേർപ്പിന്റെ മണം കാണും. എങ്ങനെ പഠിപ്പിച്ചത്? ഒരപ്പനമ്മയും പറയാറില്ല മക്കളോട് എങ്ങനെയാ പഠിപ്പിക്കണേ പറയണം. എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞാൽ ഞാൻ പറയാറില്ല സാർ, എങ്ങനെയാ അവരെ ബുദ്ധിമുട്ട് അറിയിക്കണേ? താൻ പറയണോ, താൻ ബുദ്ധിമുട്ട് പറയണം. പോയി താൻ രാത്രി എങ്ങനെയാണ് രാത്രി 12 മണിക്ക് വിളിച്ചുണർത്തി പറയണം.
താൻ ഫീസ് അടച്ച് എവിടെ നിന്ന് പലിശക്കെടുത്താണെന്ന് താൻ പറയുന്നുണ്ടോ? താൻ പറയാത്തോണ്ടോ ആ കുട്ടി അങ്ങനെ പോയത്? അല്ല, ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ കുവൈത്തിൽ പോയപ്പോഴേ ഒരു ലേബർ ക്വാർട്ടേഴ്സിൽ പോയി. ലേബർ ക്വാർട്ടേഴ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയാൽ കാണണം. ഒരു സൗകര്യമില്ല. ഭയങ്കര ചൂടെടുക്കുന്ന സ്ഥലത്ത് നിരന്ന് കിടക്കും. ഒരു ബാത്റൂം ഉണ്ടാവും. ദുരിതമാണ് നമ്മൾ കാണുന്ന. ഞാൻ ഇതവിടെ കുവൈത്തിൽ പോയപ്പോ കണ്ടു. 30-30 കൊല്ലം ഞാൻ ചോദിച്ചു, കേട്ടാ തിരിച്ചു പോയി, നമ്മുടെ നാട് എത്ര നല്ല ഭംഗിയുള്ള നാടാ, തിരിച്ചു പോയിക്കൂടെ ഏട്ടാ? അതിന് പറയാനേ പോകാൻ പറ്റില്ല സാറേ. പോയാൽ എന്റെ നല്ല നല്ല കോളേജിൽ പഠിക്കാൻ പറ്റില്ല, എന്റെ ഭാര്യയ്ക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല സാറേ. ഞാൻ ഇവിടെ തന്നെയാണ്, എനിക്ക് ഇവിടെ തന്നെ തീരും സാറേ. ഇത് അതിന്റെ കണ്ണിങ്ങനെ കലങ്ങുന്നത് ഞാൻ കണ്ടു. അത് കണ്ണുനീരല്ല, ചോരയാണ്. എന്നിട്ട് ആ അയച്ചിരുന്ന കാശും കൊണ്ട് ബൈക്ക് മേടിച്ച് ഹെൽമെറ്റ് വെക്കാതെ ഇവനിങ്ങനെ പോണ ഒരു പോക്കുണ്ടല്ലോ, അത് എന്താണെന്നറിയോ? ആ ബുദ്ധിമുട്ട് അയാളെ വിളിച്ചു പറഞ്ഞിട്ടില്ല. അയാൾ വരുന്നത് നല്ല ഗെറ്റപ്പിലാണ്. അയാൾ ഷൂട്ട് ഫുൾ സ്ലീവ് വിട്ട് അയാൾ വരുമ്പോ ഇവന്റെ വിചാരം അയാൾ അവിടെ എ സിയിൽ ഇരുന്ന് നിരങ്ങാണെന്നാണ്. പറയണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയണ്ടേ? പ്രേമം തോന്നിപ്പോണ്ടല്ലോ. ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ച 37-ാമത്തെ വയസ്സിൽ. ഞാൻ പ്രേമിക്കുന്ന ഒരു ദിവസത്തെ കൂലി 45,000 രൂപയാണ്. എന്റെ അപ്പന്റെ കാശ് കൊണ്ട് കൊടുത്താണ് ഞാൻ പ്രേമിച്ചത്. ഇവിടെ പ്രേമം 16 വയസ്സിൽ അപ്പന്റെ കാശ് കൊണ്ട് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുക, എന്നിട്ടാണ് പ്രേമം. എന്ത് പ്രേമം? എന്ത് പ്രേമം? നമ്മുടെ പിള്ളേരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കാത്തോണ്ടാണ്. പറയണം സാറേ, ബുദ്ധിമുട്ടി ഉണ്ടായ വിഷമം പറയണം. എന്റെ അടുത്തൊരു പെങ്കൊച്ചു പറഞ്ഞു, എന്റെ അച്ഛൻ വന്നാൽ ഞാൻ കെട്ടിപ്പിടിക്കില്ല. എനിക്ക് എന്ത് ഭയങ്കര മണമുണ്ട്. മണം എന്റെ പൊന്ന്, അയാളുടെ മണമാണ് നിന്റെ ശരീരത്തോടുന്ന് ചോര. എന്റെ കൂലിപ്പണിക്കാരനാണ്. നല്ല വിഷമം അറിയുന്നു. രാവിലെ ഇങ്ങനെ ചെക്കപ്പടിച്ച് കുട്ടി അടിച്ച് ഒരു പോക്കിട്ട് മക്കൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ടൊരു പിതാവ് ചോദിച്ചു, ഒരു ഫോൺ മേടിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴല്ല, 10 കൊല്ലം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ ചിലപ്പോ എന്നെ തന്നെ അവർ മേടിച്ചു കൊടുത്തിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, എന്റെ അച്ഛൻ അയാളാണോ നിങ്ങളാണോ? ഇയാൾ പിടിക്കിപ്പോയി. ഭാര്യ പറഞ്ഞേ, അവൻ ഊണയിക്കുന്നില്ല, അവൻ ഊണയിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. എനിക്ക് എന്റെ മകനാണ് പ്രധാനം, എനിക്ക് എന്റെ മകനാണ് പ്രധാനം. ആര് പറഞ്ഞു? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ 8-10 മക്കളാണ്, ആകെ ഒരേ ഉള്ളൂ, ഞാൻ മരിച്ചാളി. ഇയാളെ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയണം. നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരിയുടെ അടുത്ത് പുന്നന്താനെന്നൊരു സ്ഥലമുണ്ട്. അവിടെ സിസ്റ്റർമാർ നടത്തുന്ന ആശ്രമമുണ്ട്. ഒന്ന് മക്കളെയും കൊണ്ട് പോകണം. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. പുക വീർത്തുപോയ, ശരീരത്തിൽ ചില അവയവങ്ങളില്ലാതെ ജനിച്ചുപോയ ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒന്ന് കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ചോദിക്കണം, മൊബൈൽ വേണോ? പല ദുരിതം കണ്ടിട്ടുണ്ടോ ജീവിതത്തില്? എന്ത് സുഖമാണ്! ഇവിടുന്ന് ചെരുപ്പിടാതെ സ്കൂളിൽ പോയിട്ടുണ്ടോ? ബസ്സില്ലാതെ നടന്ന് സ്കൂളിൽ പോയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ മനസ്സിലാവാ ലൈഫിൽ? ഇത് ഉണ്ടാക്കി കൊടുക്കണ്ടേ? മക്കളെ പണിക്ക് വിടൂ. ഈ ലീവിന് ഒരാഴ്ച എവിടെയെങ്കിലും പണിക്ക് വിടും. കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ. വീട്ടിൽ അമ്മേനെ സഹായിക്കാൻ പറയും, പാത്രം കഴുകാൻ പറയും. അറിയാറുണ്ടോ വീട്ടിൽ അമ്മേനെ? ഏത് പാത്രം? പാത്രം പിള്ളേരെ പഠിപ്പിക്കാം. എന്റെ കാഴ്ചപ്പാടിൽ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കൂ. എക്സ്പീരിയൻസ് ആണ് ജീവിതം എന്താണ് അവർ പഠിക്കട്ടെ എന്നാണ്. ഏതെല്ലാം എക്സ്പീരിയൻസ് കൊടുക്കണം. നമ്മൾ ബുദ്ധിമുട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ, നല്ല എക്സ്പീരിയൻസ് കൊടുക്കണം. മകൻ ഈ പോർട്ടലിൽ ജോലി ചെയ്യാൻ പോണേ, ഈ മാസം അവൻ പങ്കെടുക്കാൻ പോണ പരിപാടി എവിടെയെന്നറിയോ? ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെ ഒരു സ്ഥലത്ത് അവനും പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെയും നമ്മൾ വിടുന്നില്ല അവനെ. അവൻ ഇതും അറിയണം, അതും അറിയണം. അവൻ കാലടി ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഉറങ്ങാൻ അറിയണം. അവൻ അതേപോലെ 7 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങാൻ അറിയണം. പിള്ളേർക്ക് എല്ലാ അനുഭവങ്ങളും കൊടുക്കൂ. പിള്ളേരെ സ്വയം തീരുമാനമെടുക്കാൻ പഠിപ്പിക്കൂ. എക്സ്പീരിയൻസ് കൊടുക്കൂ.
തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കും. എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ പറയേണ്ടത് ചോദിക്കൂ. അവർ തെറ്റായ ഉത്തരം പറഞ്ഞു, പിന്നെയും ചോദിക്കും. ഇങ്ങനെ ചെയ്ത എങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ചെയ്ത എങ്ങനെ ഉണ്ടാവില്ലേ. ഉപദേശമല്ല പിള്ളേർക്ക് വേണ്ടത്. ആരാണോ തീരുമാനമെടുക്കുന്നവർ അവർക്കാണ് ഉത്തരവാദിത്വം ഉണ്ടാവുക. ഒരാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകാൻ ഏറ്റവും നല്ല മാർഗം അവരോട് തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണമെങ്കിൽ ഭാര്യയെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുക. മക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണമെങ്കിൽ മക്കളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക. ഉദാഹരണം, ഞാൻ രണ്ടുപേരും ഒരു സ്ഥലത്ത് കാണാമെന്ന് തീരുമാനിച്ചു. ഞാൻ മേഡത്തിനോട് പറയാണ്, മേഡം 3 മണിക്ക് വരൂ, 3 മണിക്ക് വരൂ. ഇവർ 3:15 വരാൻ സാധ്യതയുണ്ട്. കാരണം 3 മണിക്ക് വരൂ എന്ന് പറഞ്ഞത് ഞാനാണ്. പകരം ഞാൻ മേഡത്തിനോട് ചോദിക്കുകയാണ്, മേഡം നാളെ എത്ര മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം? അവർ പറയാണ്, സാർ 3 മണിക്ക് മീറ്റ് ചെയ്താലോ? മേഡം പറഞ്ഞ സമയത്ത് ഞാൻ ഉണ്ടാകും. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമാണ്. കാരണം അവരാണ് പറഞ്ഞത് 3 മണി എന്ന്. അവരെ കൊണ്ട് പറയിപ്പിക്കും. ഇത് മക്കൾക്കും ബാധകമാണ്. TV കാണരുതെന്നല്ല പറയേണ്ടത്, TV എത്ര മണിക്കൂർ കാണണമെന്ന് നീ പറ. അപ്പൊ അവൻ പറയാൻ 1 മണിക്കൂർ കാണാം. ശരി, നോട്ട് ചെയ്ത് വെക്ക്, ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാം. തീരുമാനമെടുക്കാൻ പഠിപ്പിക്കൂ. തീരുമാനമെടുക്കുന്നവർ കൊടുത്തിട്ട് ഉത്തരവാദിത്വം ഉണ്ടാക്കും. സ്ഥലം മേടിക്കാൻ പോയപ്പോ ഭാര്യയോട് ചോദിക്കാതെ സ്ഥലം മേടിച്ചു. സ്ഥലം നഷ്ടത്തിലായാൽ ഭാര്യ എന്ത് പറയും? ഭാര്യ എന്ത് പറയും? നിങ്ങളുടെ ഭാര്യ എന്ത് പറയും? ഓട്ടെ ചേട്ടാ, നഷ്ടം വന്നാലും കുഴപ്പമില്ല ചേട്ടാ. ചേട്ടൻ ഞാൻ അറിയാനിപ്പോ എടുത്ത തീരുമാനമല്ലേ, എന്നാലും ചേട്ടനെ ഞാൻ അഭിനന്ദിക്കുന്നു, ചേട്ടനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയോ? അറിയില്ല. എന്ത് പറയും? താനല്ലേ പോയി എടുത്തത്. താൻ എന്തെങ്കിലും ചെയ്തത് നന്നായിട്ടുണ്ടോ? താൻ എന്തെങ്കിലും എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ പകരം ഈ സ്ഥലം മേടിക്കാൻ ഇവിടെയും കൊണ്ട് കാണിച്ച് എങ്ങനെയുണ്ട്, കൊള്ളാറില്ലേ? എടുക്കേണ്ട. എടുത്തിട്ട് 3 ലക്ഷം പോയി. വീട്ടിൽ വന്ന ഭാര്യ എന്ത് പറയും? ഓക്കെ ചേട്ടാ, അവർക്ക് ഒന്നിച്ചു കാട്ടാം. എന്താ കാരണം? ഉത്തരവാദിത്വം വന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ടിന് ഇഷ്ടമുള്ള ഒരു പാന്റ്, വേറൊരു ഇഷ്ടമുള്ള ഷർട്ട് വേറൊരു ഇഷ്ടമുള്ള പാന്റ് എടുക്കും. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചതിൽ ഏതാ എടുക്കുന്നത്? ഇപ്പോൾ പറയാം അതിട്ടാ നീ പറഞ്ഞതേ ഞാൻ ഇട്ടു. ഏതിട്ടാ നമുക്ക് എന്താ വെക്കും? തീരുമാനം എടുത്ത അവളായോണ്ട് അവളെപ്പോഴും ഞാൻ പറഞ്ഞത് ഇട്ടു. സന്തോഷിപ്പിക്കും ഭാര്യമാരെ. നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കും, ചേട്ടാ ഈ ചുരിദാറിനോ ഈ ചുരിദാറിനോ? ചേട്ടൻ പറയുന്ന പോലെ ഞാൻ ഇട്ടു. പണ്ടൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു സാർ, ഇപ്പൊ ഒന്നും ചോദിക്കാറില്ല. എന്റെ അടുത്ത് ഒരു ഭാര്യ ഭർത്താവ് വന്നു, ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. 7 കൊല്ലം പ്രേമിച്ചു, കല്യാണം കഴിഞ്ഞ് പെട്ടുമല്ലേ. ഭയങ്കര അടിയാണ്, സഹിക്കാൻ പറ്റാതെ പിരിയാൻ തീരുമാനിക്കാൻ. പിരിയുന്നതിന് മുമ്പ് എന്നെ കാണാൻ തീരുമാനിച്ചു. ഞാൻ എന്ത് പാവം ചെയ്തു? ഞാൻ പറഞ്ഞു, എന്നെ കാണണോ? കണ്ടേ മതിയാവും സാർ. ഒരു അരമണിക്കൂർ തോന്നി. ശരി, വരാൻ പറഞ്ഞു. 2 പേർക്ക് 2 കസേര ഇട്ടു കൊടുത്തു. അപ്പൊ അവർ കസേര കുറച്ച് അകത്തിട്ടു. അവർ കസേര അകത്തിട്ടു. അവനിരിക്കും, പണിക്കൊടുത്തു. ഞാൻ ഇങ്ങനെ രസമായിട്ടിരിക്കരുത്, നല്ല അക്കായിരിക്കുമല്ലോ. അപ്പൊ ഇവര് പറയാൻ ഇയാളെ കുറിച്ച് പരിസ്നേഹമില്ലാത്തവൻ, നന്ദിയില്ലാത്തവൻ. 8 കൊല്ലം എന്റെ ജീവിതം കളഞ്ഞ് മക്കൾക്ക് ഇയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഇത് കൂടി ഞാൻ എല്ലാം കേട്ടു. അപ്പൊ ഇയാൾ പറഞ്ഞു, സാർ എന്റെ അനിയത്തിയുടെ കല്യാണം നടത്തി ഞാൻ കൊടുത്തത്. എന്റെ അമ്മയുടെ ഒരു പുച്ഛാണ്. വെരി ഗുഡ്. 10 മിനിറ്റ് അവര് 10 മിനിറ്റ്. നീ എത്ര മിനിറ്റ്? 10 മിനിറ്റ്. മണിക്കൂർ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ സമയം വെല്ലുവിളിക്കുള്ളതാ. വെറുതെ ഇതിന്റെ സമയം വിളിക്കുക. 10 മിനിറ്റ് ഇവിടെ, 10 മിനിറ്റ് ഇവിടെ. ഇനി 10 മിനിറ്റ് ആർക്കുള്ള? എനിക്കുള്ളത്. ഞാൻ ചോദിച്ചു വേറൊരു അടിന്റെ കഴിയില്ല. അത് നമ്മൾ പ്രശ്നം കുടുംബകാര്യം ചർച്ച ചെയ്യാവുന്ന. അതെ, റോസാ ചെടിയിൽ മുള്ളുകളുടെ എണ്ണമാണോ കൂടുതൽ, റോസാപ്പൂക്കളുടെ എണ്ണമാണോ കൂടുതൽ? എന്റെ ചോദ്യം. ഇവർക്ക് 2 പേർക്ക് ദേഷ്യം വന്നു. സാർ എന്താ പറയുന്നത്? പ്ലീസ് ചോദിച്ച ഉത്തരം പറയൂ. റോസാ ചെടിയിൽ മുള്ളുകളുടെ എണ്ണമാണോ കൂടുതൽ, റോസാപ്പൂക്കളുടെ എണ്ണമാണോ കൂടുതൽ? 2 പേരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു മുള്ളുകളുടെ എണ്ണമാണ് കൂടുതൽ. മുള്ളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ റോസാ ചെടി എന്ന് വിളിച്ചത്, മുള്ളുചെടി എന്ന് വിളിക്കാത്ത എന്തുകൊണ്ടാണ്? അവരൊന്ന് സ്റ്റക്കായി. എന്നിട്ട് പറഞ്ഞു, അതില് റോസാപ്പൂ ഉണ്ടല്ലോ. ഇതാണ് നിങ്ങളുടെ ജീവിതം.
7 കൊല്ലം പ്രേമിച്ചപ്പോ നീ അവളുടെ റോസാപ്പ് കണ്ടു, അവൾ നിന്റെ റോസാപ്പ് കണ്ടു. ഇപ്പൊ കഴിഞ്ഞ 8 കൊല്ലമായി നീ അവളുടെ മുള്ളു കാണുന്നു, അവൾ നിന്റെ മുള്ളു കാണുന്നു. സിമ്പിളാണ്. കല്യാണം കഴിച്ചാൽ നീ എന്തൊക്കെ ഡയലോഗ് പറഞ്ഞു. നിന്റെ മുഖം കണ്ടാൽ സൂര്യനെ പോലെ, നിന്റെ മൂക്ക് AK-47 പോലെ, നെറ്റി ഗോൾഫ് ഗ്രൗണ്ട് പോലെ, ഇക മഴവില്ല് പോലെ, തമിഴ് കാശ്മീർ ആപ്പിൾ പോലെ, പല്ല് പച്ചരി പോലെ, എന്തൊക്കെ ഡയലോഗായിരുന്നു. ഇപ്പൊ ഒന്നാണ്ട ചപ്പാത്തി മൂക്ക്, ഓം കണ്ണ്, ഊത്ത കവിള്, ഇതൊക്കെ കണ്ടാൽ തന്നെ മുടി. എന്താ കാരണം? മുള്ളു കാണാൻ തുടങ്ങി, മുള്ളു കാണാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 6 മാസം ബൈക്കിൽ പോയിട്ടുണ്ടോ? ഇങ്ങനെയാണ്. 15 കൊല്ലം ഇപ്പൊ പോയിട്ടുണ്ടോ? അപ്പൊ എന്താ കാരണം? പുള്ളി കാണാൻ തുടങ്ങി. ജീവിതത്തിലെ റോസാപ്പൊക്കെ കാണുമ്പോഴേ ഒന്നാവ് നമ്മൾ ഏതാ കാണിച്ചു കൊടുക്കാം? ഏതാ കാണുക? ഒരാളുടെ കുഴപ്പമാണ് ആദ്യം ചർച്ച ചെയ്യുക. രണ്ടുപേർ ജംഗ്ഷനിൽ കൂടി ആദ്യം പറഞ്ഞത് അവന്റെ പോക്കല്ല, ആരാന്ന് വിചാരിച്ചു. എന്നാ അവൻ നന്നായിട്ടിട്ട്, അവൻ മെച്ചപ്പെട്ടിട്ട്, അവൻ അത് പറയുക. ഒരുത്തന്റെ കുരിശ്, ഒരുത്തന്റെ കുഴപ്പം, ഒരുത്തൻ കാറിപ്പോയ അപ്പ പറയും എന്തോ കള്ളക്കെടുത്ത് പറ്റുന്നുണ്ട്. എങ്ങോട്ട് പറഞ്ഞ ഞാൻ കാറ് വാങ്ങിച്ചപ്പോ മധുവിന് എന്തോ കള്ളക്കെടുത്ത് പരിപാടി. ഇതൊക്കെ കൈകൊണ്ടല്ലോ, എനിക്കൊരു ചിരി വരും. ഞാനൊരു കാറ് വാങ്ങി 2003. ഞാൻ ചെയ്തിരുന്ന പരിപാടിയൊക്കെ പൊളിഞ്ഞ് കുറെ കടമാണ്. ആ കാറ് നമ്മൾ കുറച്ചു ദിവസം, എന്റെ വീട് അറിയാം, നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് അറിയായിരിക്കും. വീട്ടിൽ 200 മീറ്റർ വരണം ബസ് സ്റ്റോപ്പിലേക്ക്. കാർ ഷെഡ് പോലും ഇല്ലാത്ത വീടാണ്. അവിടെ ഒരു ഷെഡ് അടിച്ച് ഒരു കാറ് വാങ്ങിച്ചു. ആ കാറ് വിൽക്കേണ്ടി വന്നു. 10-ാം മാസം ആ കാറിന് വിറ്റു. കാറ് വിറ്റിട്ട് അവിടെ നിന്ന് നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ വരും. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അതും കാറെന്തായി ഇവിടെ വിറ്റോ എന്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. ഞാൻ വിറ്റു. പിറ്റേ ദിവസം അതേ ബസ് സ്റ്റോപ്പ് അതേ ആൾ വന്ന് നമ്മൾ അതും കാറെന്തായി വിറ്റോ. ഞാൻ പിന്നെ എന്റെ ബസ് വന്നാലും പോകില്ല. കാരണം ഒന്നുകൂടി ചോദിക്കും. കാരണം അവന് സന്തോഷിക്കല്ലോ. ആ വാശിയാണ് എന്നെ പിന്നീട് ഏറ്റവും നല്ല കാര്യങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ആ വാശിയാണ് എന്നെ പിന്നീട് ലോകത്തെ ഏറ്റവും നല്ല കാര്യങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചത്. ജീവിതത്തിൽ നമ്മുടെ മുള്ളുകൾ കാണുന്ന ആളുകൾ, ജീവിതത്തിൽ നമ്മൾ മുള്ളുകൾ കാണാൻ തുടങ്ങുമ്പോൾ ജീവിതം തീർന്നു. പകരം നമ്മുടെ റോസാപ്പൂക്കളെ കാണാൻ എനിക്കൊരുപാട് സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് ചില വീക്ക്നെസ്സുകളുമുണ്ട്. എന്റെ സ്ട്രെങ്തിനെ അല്ലേ ഞാൻ ഫോക്കസ് ചെയ്യാം. കുട്ടികളുടെ സ്ട്രെങ്ത് അല്ലേ കണ്ടുപിടിച്ചു കൊടുക്കണ്ടേ? അതല്ലേ അവരെ നമ്മൾ തട്ടിക്കൊടുക്കണ്ടേ? നിനക്ക് ഇന്ന് കിട്ടാ, നീ ഈ ക്വാളിറ്റി ഇല്ലേ മോനെ, ഈ ക്വാളിറ്റി ഇല്ലടാ, ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്നല്ലേ പറയണ്ടേ? പകരം അവന്റെ കുഴപ്പം. ഞാൻ വേറെ ചോദിച്ചു രസകരമായിട്ട് നിങ്ങൾ നല്ല ആലോചിക്കണം. നിങ്ങളുടെ മകൻ 10-ാം ക്ലാസ്സിൽ പഠിക്കും, 9-ാം ക്ലാസ്സിൽ പഠിക്കും. നിങ്ങളുടെ മകൻ റെഡിയാണോ? ഉത്തരം തൊട്ടടുത്തിരിക്കുന്നവരുടെ സുഖാണെന്ന് ചോദിച്ചു. ഇപ്പൊ കിട്ടിയ ഉത്തരം കണ്ടില്ലേ? എന്ത് കൈ പറഞ്ഞു കേട്ടപ്പോ തന്നെ എല്ലാ സുഖവും പോയി. എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദ്യം. നിങ്ങളുടെ മകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ ചോദ്യം കൃത്യമായിട്ട് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്ര സബ്ജക്ട് ഉണ്ട്? എത്ര സബ്ജക്ട് ഉണ്ട്? 10 സബ്ജക്ട് ഉണ്ട്. ഞാൻ ഒരു 5 സബ്ജക്ട് പറയാം. 5 ഉള്ളു കരുതുക. എക്സാം ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ് 6 സബ്ജക്ട് ഉണ്ട് എന്ന് കരുതുക. എക്സാം ഞാൻ ഓരോന്നിനും മാർക്ക് പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. കുട്ടിക്ക് ഫിസിക്സിന് 96% മാർക്ക്, ഫിസിക്സിന്. കെമിസ്ട്രിക്ക്
51 മാർക്ക്, 51%, അതായത് 151. ബയോളജിക്ക് 98, മാത്സിന് 99, ഇംഗ്ലീഷിൽ 90, മലയാളത്തിൽ 92. 6 സബ്ജക്ട് പറഞ്ഞു. നിങ്ങൾ ഈ കൊച്ചിന് ഏത് സബ്ജക്റ്റിന് ട്യൂഷൻ കൊടുക്കും? ആലോചിച്ച് പറഞ്ഞാൽ മതി. ആർക്കൊന്നും കൂടി പറയണോ? ആർക്ക് മനസ്സിലായോ? ഫിസിക്സ് 96, കെമിസ്ട്രി 51, ബയോളജി 92, മാത്തമാറ്റിക്സ് 99, ഇംഗ്ലീഷ് 92, മലയാളം 90. ഈ കുട്ടിക്ക് നിങ്ങൾ ഏത് സബ്ജക്റ്റിന് ട്യൂഷൻ കൊടുക്കും? പ്ലീസ് പറ. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇനി ഈ കൊച്ചു സ്കൂളിൽ കളിക്കാൻ പോവാണ്. കളിക്കാൻ പോകുമ്പോ ആ കുട്ടി 4 കളി കളിക്കുന്നു. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, ഫുട്ബോൾ. ഈ 4 കളി കളിക്കുമ്പോ കുട്ടീന് സ്കോർ ഇടാനുണ്ട്. ആ കോച്ച് സ്കോർ ഇട്ടു. സ്കോർ ഇട്ടപ്പോൾ കുട്ടി ഫുട്ബോളിൽ 96%, കുട്ടിക്ക് ഹാൻഡ്ബോളിൽ 48%, വോളിബോളിൽ 57%, ഹോക്കിയിൽ 80%. ഈ കൊച്ചിനെ ഏത് കുട്ടിക്ക് നിങ്ങൾ കോച്ചിങ്ങിന് വിടും? ഏത് ഗെയിമിന് കോച്ചിങ്ങിന് വിടും? എന്ത് എനിക്ക് മനസ്സിലായി. അവിടെ വീക്കായതിന് വിട്ടു, ഇവിടെ സ്ട്രോങ് ആയതിന് വിട്ടു. ഏതാണ് ശരി? ഏതാണ് ശരി? ഏതാണ് ശരി? ശരിയല്ല. വിടും. ഏതാണോ സ്ട്രോങ് അതല്ലേ ആ കൊച്ചിനെ വികസിപ്പിക്കേണ്ടത്. നമ്മൾ ഏതാണോ വീക്ക് അത് പറഞ്ഞുകൊണ്ട് നടക്കും. എന്താണ് കെമിസ്ട്രി പോയ പോക്ക് കണ്ടോ, നീ എങ്ങനെ നന്നാവാൻ ആ ഒരു A+ പോയത്? 9 A+ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കും. ഞാൻ എന്റെ സ്ട്രെങ്ത് ആണ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. സോ നിങ്ങളുടെ കുട്ടികളുടെ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കൂ, അവർ മുന്നോട്ട് പോകും. ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യോത്തരങ്ങൾക്ക് പോവാം. ലാസ്റ്റ് പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മക്കളെ എന്ത് പഠിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും ടീച്ച് ആൻഡ് പ്രാക്ടീസ് ദ വാല്യൂ സിസ്റ്റം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യും. ശീലിക്കും. മൂല്യബോധമില്ലാത്ത കുട്ടികൾ ലോകത്തിന് ശാപം. റോട്ടിൽ വണ്ടി ഇടിച്ച് ആലപ്പുഴയിൽ 4 മണിക്കൂർ ഒരാൾ കിടന്നു. എടുക്കാൻ ആളുണ്ടായിരുന്നു. എന്ത് വിദ്യാഭ്യാസമാണ് മലയാളിക്കുള്ളത്? ആ വീട് കിടക്കുന്നതിൽ ഒരാൾ നമ്മുടെ ചേട്ടനായിക്കൂടെ? അപ്പൊ അതല്ലേ ആദ്യം മക്കളെ പഠിപ്പിക്കട്ടെ. വാല്യൂ സിസ്റ്റം പോയാൽ എങ്ങനെയാണ് ഒരു സമൂഹം മുന്നോട്ട് പോവാ? അച്ഛനെ വില വെക്കാത്ത കുടുംബം, കാരണവന്മാർ കുടുംബത്തിന് ശാപമാണെന്ന് കരുതുന്ന കുടുംബം, എങ്ങനെയാണ് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? പ്രായമായവരെ അവഗണിക്കുന്ന കുടുംബം ഐശ്വര്യം കെട്ട കുടുംബമായിരിക്കും വിശ്വസിക്കുന്ന ആളാണ്. ഒരു സമൂഹം നന്നാ ഒരു ക്വാളിറ്റി ഓഫ് ദ ഫാമിലി എങ്ങനെയെന്നറിയോ? ഒരു കുടുംബത്തിന് ഈ കുടുംബത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ആ കുടുംബത്തിലെ കുട്ടികളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ കുടുംബത്തിലെ കാരണവന്മാരെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. ഇത് രണ്ടും കണ്ടാൽ അറിയാം നിങ്ങളുടെ കുടുംബത്തിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ. പ്രായമായവരെ വിലവെക്കാത്ത ഒരു കുടുംബം ക്വാളിറ്റി ഇല്ലാത്ത കുടുംബമാണ്. എന്റെ വീട്ടിൽ ഉണ്ടായ ഒരു സംഭവം പറയാം. എന്റെ ഭാര്യ പ്രസവിച്ചു. ഈ പ്രസവം കഴിഞ്ഞ കുട്ടീനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കട്ടയും മുണ്ടുട്ട വിദ്യാഭ്യാസമില്ലാത്ത, അതായത് സ്കൂളിലൊന്നും പോകാത്ത, വിദ്യാഭ്യാസമില്ലാത്ത മാത്രം പറയരുത്, അക്കാഡമിക് വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൽ ഒരു ചട്ടയും മുണ്ടിട്ട ഒരു അമ്മുമ്മ. അവരാണ് ഈ കൊച്ചിനെയൊക്കെ ശുശ്രൂഷിക്കുന്നതും കഴുകുന്നതും കുളിപ്പിക്കുന്നതും. ഒരു ദിവസം അവർ ആ കുട്ടിയുടെ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനന്ന് അവിടെയുണ്ട്. ഭാര്യയുടെ വീട്ടിലാണ് സംഭവം. ഭാര്യയെ കുട്ടീനെ മടിയിലെത്തി പാൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷേർലി പെട്ടെന്ന് അലരാണ്. അയ്യോ എന്ന് പറഞ്ഞ അലരാണ്. ഞാൻ വന്ന് കാണുമ്പോ, ഞാൻ ഈ പേടിച്ച് ഞാൻ മുറിയിൽ നിന്ന് കാണുമ്പോ കൊച്ചിന്റെ കണ്ണു മുകളിലേക്ക് പോയി. ഷേർലി കിടന്ന് അലരുന്നു. ഞാനും ഭയങ്കര അലരാണ്. എനിക്ക് 38 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 38 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ഇവിടെ ചിലവന്മാര് കല്യാണം കഴിക്കാനാണ് ജോലിക്ക് പോണത്, പഠിക്കുന്നത്.
ഞാന് 39 വയസ്സിലുണ്ടായി കൊടുത്തു, അവക്ക് അന്ന് 30 വയസ്സ്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടായിപ്പിച്ചു. അന്ന് മുകളിലേക്ക് പോയി ഉള്ളു, ആ വാതിട്ട് കളഞ്ഞ് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കിടക്കാണ്. എന്റെ കാലത്തിൽ ഈ പാല് ശിരസിക്കുന്നു, ഒത്തിരി ശ്വാസം കിട്ടുന്നില്ല. നമ്മുടെ അലർച്ച കേട്ടിട്ട് ഈ അമ്മൂമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുലുക്കമില്ല. നമ്മളെങ്കിലും പേടി അവരെ കൊച്ചിനെങ്ങനെ എടുത്തിട്ട് കൊച്ചിന്റെ ഉച്ചന്തലയിൽ 3 ഊതി. കൊച്ചിന് ഓർമ്മല്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എനിക്ക് മനസ്സിലായി പറയും. നമ്മൾ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നതാണ്. എന്റെ ഭാര്യ MSc ഒക്കെ പഠിച്ചതാണ്. 3 ഊത് അറിയാൻ പാടില്ല. അത് ഈ കാരണന്മാരുടെ കയ്യിലേ ഉള്ളൂ. കാരണന്മാരുടെ കയ്യിലേ ഉള്ളൂ ആ സാധനം. ആ വില അറിയാൻ പാടില്ലാത്താണ് നിങ്ങളുടെ പുറത്താക്കുന്നത്. ആ സമയത്ത് അമ്മൂമ്മ ഇല്ലെങ്കിട്ടില്ല, തീർന്നേനെ രണ്ടിന്റെ കാണാം. എന്നിട്ട് ഈ അമ്മൂമ്മമാരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും എൽഡസ്വാമിയെ കൊണ്ട് ആക്കിയിട്ട് ഇയാൾ വലിയ പുണ്യാളം പറയും. എന്റെ ഓഫീസിൽ അപ്പനമ്മ എൽഡസ്വാമിയിലാക്കണ അകത്തിട്ടില്ല. ഞാൻ ചോദിക്കില്ല. എന്റെ ഏറ്റവും വലിയ അഭിമാനം എന്റെ അപ്പനും അമ്മ എന്റെ കൂടെ ജീവിക്കുന്ന എന്നവരാണ്. അവർ നമ്മൾ നന്നായി നോക്കുമെന്നാണ്, വലിയ ട്രെയിനറായി എന്നൊന്നല്ല. ഇനി ഒരു കാര്യം കൂടി, ഞാൻ അവിടുന്ന് സ്വത്ത് വാങ്ങിച്ചിട്ടില്ല. എന്റെ അച്ഛനമ്മേന് ഒരു തരി സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം അത് വാങ്ങിച്ചാൽ അതിനു വേണ്ടിയാണ് ഞാൻ നോക്കുന്നതെന്ന് എനിക്കും എന്റെ മകനും മനസ്സിലാവരുത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു അത് നിങ്ങൾ കൊടുത്തോളൂ. മക്കൾ വേറെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്ക്, നമുക്കത് വേണ്ട. അച്ഛനമ്മയുടെ സ്വത്ത് വാങ്ങരുതെന്നാണ് എന്റെ അഭിപ്രായം. സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കുകയും മക്കളെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക കുറച്ച് എക്സ്ട്രീമാണ്. അപ്പൊ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രായമായവരോടുള്ള പരിഗണന, കമ്പേഷൻ, അനുകമ്പ, കരുണ, കാരുണ്യം. എന്നോടൊരു അമ്മ ചോദിച്ചു, ആരാണ് നല്ല അമ്മ? കൊടുത്തുവിട്ട ഭക്ഷണം കഴിച്ചുവോ മോനെ എന്ന് ചോദിക്കുന്ന അമ്മയല്ല, പകരം നിന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നുവോ മോനെ എന്ന് ചോദിക്കുന്ന അമ്മയാണ് നല്ല അമ്മ. അതുകൊണ്ട് മക്കളെ മറ്റുള്ളവരെ നോക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിപ്പിക്കും. അവർ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കാത്ത കുടുംബത്തിൽ മക്കൾ വഴിതെറ്റിക്കുവാൻ സാധ്യതകളുണ്ട്. അങ്ങനെ അല്ലാതെ മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കെമിസ്ട്രി, ബയോളജിക്ക് അപ്പുറത്ത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അത് നമ്മുടെ കുടുംബത്തിൽ കാണിച്ച് പഠിപ്പിച്ചാൽ കുട്ടികൾ മിടുക്കരാകും എന്നാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നത്, എന്റെ കുടുംബം എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ ക്ലാസ്സിൽ എന്റെ ഭാര്യയും മക്കളെ അച്ഛനും അമ്മയും കൊണ്ടുവരാറുണ്ട്. കാരണം ഞാൻ പറയുന്നത് എന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് എനിക്കാണ് പറയാനുള്ളത്. ജീവിതം സുന്ദരമാണ്. നമ്മുടെ ഈ തലമുറ മോശപ്പെട്ട തലമുറയാണെന്ന് ഒരഭിപ്രായം എനിക്കില്ല. വളരെ മിടുക്കനാണ്. കാരണം എന്റെ മകൻ എന്നേക്കാൾ മിടുക്കനാണ് എന്നാണ് എന്റെ ധാരണ. അവന്റെ കഴിവുകൾ അത്ഭുതപ്പെടുത്താറുണ്ട്. ആ മകനെ മേക്ക് ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ ചെയ്താൽ അവരതിന്റെ അസറ്റായിരിക്കും എന്നൊരു തെളിവാണ്. ഇന്ന് എന്റെ കൂടെ വരാനിരുന്നതാണ്, അമ്പലത്തിൽ വന്നതാണ്. അവൻ വയറിൽ സുഖമില്ലാത്ത വരുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞതാണ്. ഇന്നൊരു ദിവസം ഈ ലീവ് എടുത്ത് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, മക്കളെ നമ്മൾ മോൾഡ് ചെയ്തെടുത്താൽ മക്കൾ നമുക്ക് അസറ്റായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത്രയും നേരം ഇവിടെ വരാനും ഈ വർത്തമാനം കേൾക്കാനും സന്മനസ് കാണിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്നെ വെല്ലുവിളിക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറയാം, നിങ്ങൾക്ക് അവകാശം. എന്തെങ്കിലും ചോദിക്കാമോ? ചോദിക്കാമോ? താങ്കൾ കരയൊക്കെ കൈ